പിന്നെ അതുകൊണ്ട് യൂറിൻ തെറാപ്പി ഒരാളാണ് ഞാൻ. യൂറിൻ തെറാപ്പിയുടെ ഒരു പ്രചാരകനാണ്, ഒരു അംബാസഡറായിട്ടൊക്കെ എന്നെ വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് അറിയാതെ തന്നെ നമ്മൾ ഈ എല്ലന്മാർക്കായിട്ടും മുരുക ഭക്തനായിട്ടും നിമിഷം ഞാൻ മാറിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഒരു പുണ്യസ്ഥലത്ത് എത്തിയതുപോലെ എനിക്ക് തോന്നി ഈ സ്റ്റുഡിയോയിൽ വന്നപ്പോഴേ. ഞാനത് മനസ്സിൽ നിന്ന് എനിക്ക് ഓർമ്മപ്പെടുന്ന ഒരു സംഭവമാണ്. കാര്യം ഇത്ര അടുത്തോടെ മയിലിനെ ഞാൻ കണ്ടിട്ടില്ല. ഭഗവാനെ, മുരുക ഭഗവാനെ, ആണ്ടവാ, ശരവണ ഭവ, ഇതെന്താ ഇത്, എന്നെ വഴി കാണിച്ച് തരികയെന്നോ. ഞാൻ ധൈര്യം കൊണ്ടാകുച്ചിട്ടെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ ക്യാൻസർ രോഗിയായിട്ട് മാറുകയായിരുന്നു. സല്യൂട്ട്. വളരെ വ്യക്തിപരമായ ഒരു ചോദ്യമാണ്. ഒരു പക്ഷേ ഇത് അങ്ങേക്ക് ഇതിൽ പറയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം പ്രതികരിച്ചാൽ മതി. എൻ്റെ അറിവിൽ അങ്ങ് ഒരു ക്യാൻസർ സർവൈവറാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പലർക്കും പല ആശങ്കകളും ആകുലതകളുമുണ്ട്. താങ്കളുടെ ജീവിതത്തിൽ ആ രോഗം വന്നപ്പോൾ ഉണ്ടായ പ്രതിസന്ധികൾ അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യാൻ എടുത്ത രീതികൾ ഒന്ന് വിശദീകരിച്ചു തരാം. ക്യാൻസർ ഇന്നൊരു രോഗമല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ക്യാൻസർ ഇന്ന് സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുമുണ്ട്. RCCയിലോ മറ്റെവിടെങ്കിലും ഉള്ള ഒരു ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളിൽ പോയാൽ ഓരോ ദിവസവും കൂടി വരുന്ന രോഗികളുടെ എണ്ണം കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാര്യം ഇത്ര കണ്ട് ക്യാൻസർ രോഗികളാണ്. ഇപ്പോഴും എൻ്റെ അറിവിൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തൊക്കെയോ ഉണ്ട്, അതിനെന്തൊക്കെയോ ചെയ്യുന്നു. ഇപ്പോഴും ക്യാൻസർ രോഗികൾ 50% മരണപ്പെടുമെന്നും ബാക്കി കുറച്ച് ആളുകൾ ഞാൻ തള്ളി നീക്കി 5-10 വർഷമായി നീക്കി കൊണ്ടുപോകുന്നു. 10 വർഷം, 12 വർഷം, 13 വർഷം കൂടുതലൊന്നും അങ്ങോട്ട് ഇരിക്കത്തില്ലെന്നും ഒക്കെയാണ് സാധാരണ പറയപ്പെടാറുള്ളത്. അപ്പോൾ ഞാൻ എന്നോട് തന്നെ ഇപ്പം ചോദിക്കുന്നുണ്ട്, എനിക്ക് ക്യാൻസർ വന്നിട്ട് ഇപ്പോൾ 14 വർഷമായി. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഞാൻ മരിക്കാതിരിക്കുന്നതെന്ന് ഞാൻ തന്നെ ചിന്തിപ്പോൾ എനിക്ക് തോന്നി എനിക്കൊരു ആയുസിൻ്റെ ലക്ഷ്യം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ചെയ്ത സൽപ്രവർത്തികളുടെ ഗുണം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഞാൻ പൂർവ്വ ജന്മത്തിലുള്ള ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിരിക്കാം, അതല്ലെങ്കിൽ എൻ്റെ അഭ്യുദയകാംക്ഷികളുടെയും എൻ്റെ അച്ഛനമ്മമാരുടെയും പ്രാർത്ഥന കൊണ്ടായിരിക്കാം. എന്തുകൊണ്ടായാലും ഞാനിപ്പോൾ ഒരു സർവൈവറായിട്ടിരിക്കുകയാണ്. അത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഈ ക്യാൻസറിന് ഏറ്റവും വലിയ ചികിത്സ തെറാപ്പി ഒന്നുമല്ല, ധൈര്യതെറാപ്പിയാണ്. ധൈര്യം. ഞാൻ അങ്ങനെയാണ്. കീമോതെറാപ്പിയോടൊപ്പം ധൈര്യതെറാപ്പിയും കൊടുത്ത ഒരാളാണ് ഞാൻ. ശാസ്ത്രമുണ്ട്, മരുന്നുകളുണ്ട്, ചികിത്സാ രീതികളുണ്ട്, അതൊക്കെ തന്നെ ഉണ്ടായാൽ പോലും ധൈര്യമുണ്ടെങ്കിൽ പിടിച്ചിരിക്കുക. ഞാൻ ധൈര്യം കൊണ്ടാണ് പിടിച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ ക്യാൻസർ രോഗിയായിട്ട് മാറുകയായിരുന്നു. ഞാൻ ആദ്യം ഒന്ന് തളർന്ന കാര്യം, ക്യാൻസർ രോഗം എന്ന് പറഞ്ഞാൽ മരണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ക്യാൻസറിൻ്റെ വേദനകൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്ത് ഞാനിപ്പോൾ ക്യാൻസർ രോഗികളായി, എൻ്റെ സഹോദരി ഇപ്പോൾ ക്യാൻസർ രോഗത്തിൽ അടിപെട്ട് അക്യൂട്ട് സ്റ്റേജിൽ നിൽക്കുകയാണ്. ഒരുപാട് കീമോ എടുത്ത കണക്ക് എത്രയാണെന്ന് സഹോദരിക്ക് പോലും അറിയില്ല. അവരനുഭവിക്കുന്ന വേദന അനുദിനം ഞാൻ എന്നും വിളിക്കുമ്പോൾ ഷെയർ ചെയ്യും. അപ്പോൾ ക്യാൻസർ രോഗികൾ അനുഭവിക്കുന്ന വേദനയുണ്ട്, പക്ഷെ അവർക്കും ധൈര്യമില്ല. ധൈര്യം കൊടുക്കാൻ ഉള്ള ആളുകൾ അതിനെ കുറച്ചുകൂടെ കൂലങ്കഷമാക്കും. ഒരു അസുഖം വരുമ്പോഴാണ് സ്നേഹിക്കേണ്ടതും സ്വാന്തനപ്പെടുത്തേണ്ടതും കരുതലോടെ നോക്കേണ്ടതും സഹായിക്കേണ്ടതും. പലർക്കും ഇല്ലാത്തതാണ്. ഒരു ക്യാൻസർ രോഗിയായി കഴിഞ്ഞാൽ അവർ ഏതോ സമൂഹത്തിൽ ഒറ്റപ്പെട്ടതുപോലെ ബന്ധുക്കൾ കാണും, സ്വന്തക്കാർ കാണും, കൂട്ടുകാർ പോലും അവരെ അകറ്റും. അതാണ് ഏറ്റവും വലിയ ഒരു 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 അപച്യുതി. അല്ലെങ്കിൽ ഈ സമൂഹത്തിനാണ് പലപ്പോഴും ക്യാൻസർ വിധിച്ചിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ക്യാൻസറിനെ ധൈര്യമായിട്ട് വന്ന് ഭവിക്കുന്നു. ക്യാൻസർ രോഗം ഒരു കുറ്റമല്ലല്ലോ. രോഗം വന്ന് ഭവിക്കുന്ന എന്തോ കാരണങ്ങളായിക്കോട്ടെ. കാരണങ്ങൾ കൊണ്ട് മനുഷ്യൻ എത്ര ശ്രമിച്ചാലും അപകടങ്ങൾ ഉണ്ടാകുന്നവരുണ്ട്. നമ്മളിപ്പോൾ ഒരു കാർ യാത്ര നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ പറ്റില്ല, എതിരെ വരുന്നവനും ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ നമുക്ക് രോഗം ഉണ്ടാകും. രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മനസാന്നിധ്യത്തോടെ നേരിടുക എന്നുള്ളതാണ് ആദ്യത്തെ ചികിത്സ. അത് പലർക്കും കിട്ടില്ല, മനസാന്നിധ്യത്തിനും കിട്ടില്ല. അതെന്താ? മരണത്തിനോടുള്ളൊരു ഭയമാണ്. ഈ ജീവിതം അതിവിശാലമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ പോലും മരണം ചുറ്റും പതിയിരിപ്പുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കി വിവേകപൂർവ്വം ജീവിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മരണപ്പെടുമെന്ന് തോന്നിയപ്പോഴൊക്കെ ആരുമില്ല, ചുറ്റും ആരുമില്ല, ഭാര്യയും മകളുമൊക്കെ എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് പോയി. ബന്ധുക്കളൊക്കെ ഞാൻ പോകുന്നുള്ള, എൻ്റെ കയ്യിൽ നിന്ന് ധനമൊക്കെ നഷ്ടപ്പെട്ടു, കുറേ പേര് ചതിച്ചു പോയി, വഞ്ചിച്ചിട്ട് സുഹൃത്തുക്കളൊക്കെ മാറിപ്പോയി. അങ്ങനെ അകപ്പെട്ട ഒറ്റപ്പെടേണ്ട ഒരു ലോകം ഞാൻ അനുഭവിച്ചു. അന്ന് എനിക്ക് സ്വാതന്ത്ര്യപ്പെടേണ്ട ആളുകളൊന്നും മാറിയിരുന്നു.
ചില പ്രാർത്ഥിച്ച് കാണാം, എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചോട് ഒരുപക്ഷെ പ്രാർത്ഥിച്ച് കാണാം പിന്നെ ഞാൻ പെട്ടെന്ന് മരണപ്പെട്ടു പോകണമെന്ന്. പക്ഷെ അവരുടെ പ്രാർത്ഥനയാണ് എൻ്റെ നിലനിൽപ്പിന് പ്രധാന കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അവരെത്ര കണ്ട് ഞാൻ മരണപ്പെടുമെന്ന് ആഗ്രഹിക്കുന്നു, അത്ര കണ്ട് എനിക്ക് ജീവൻ തന്നുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞ പല ഇൻ്റർവ്യൂകളും ഞാൻ പറയാറുണ്ട്, എനിക്കിപ്പോൾ 78 വയസ്സ് നടക്കുകയാണ്. മഹാരോഗം വന്ന അതിനോടൊപ്പം വേറെ ഒരുപാട് രോഗങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഇന്നും ഇങ്ങനെ ഇരിക്കുന്നു. കാര്യം എന്താ, എനിക്കറിയാം ഞാൻ ഇനി കൂടുതൽ ആൾ ജീവിച്ചിരിക്കുന്നില്ലെന്ന്. ആ ഒരു സത്യം മനസ്സിലാക്കി ജീവിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ വിചാരിക്കടാ നീ എന്നാൽ അങ്ങനെ പെട്ടെന്ന് വരണ്ട. തഥാസു എന്നുള്ള ദേവത പറയുന്നതിൻ്റെ കൂട്ട് തന്നെ നീ കുറച്ചും കൂടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ഇനി കൂടിപ്പോയി ഒരു 10-20 കൊല്ലം കൂടെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞിട്ട് അങ്ങ് ചിരിക്കാത്ത എന്താ? 78 വയസ്സാണ്, ഞാൻ 20 വർഷം കൂടെ ഇരിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹത്തെക്കുറിച്ച് അങ്ങേക്ക് എന്താ ഒന്നും പറയാനുള്ളത്? അല്ല, ഈ ഒരു കോൺഫിഡൻസ് വെച്ച് അതൊന്നും അല്ല, അതിനപ്പുറം പോവും. ഞാൻ ഇടയ്ക്ക് വേറൊരു സംശയം അങ്ങോട്ട് ചോദിച്ചോട്ടെ. താങ്കൾ ഒരുപാട് ചോദ്യങ്ങൾ എന്നെ ചോദിച്ചു. ഞാൻ തിരിച്ചൊരു ചോദ്യം, എൻ്റെ ഒരു അനുഭവം ഇവിടെ വന്നപ്പോൾ, ഞാൻ ഈ സ്റ്റുഡിയോയിലേക്ക് വരുന്ന വഴി ഈ സ്റ്റുഡിയോയുടെ തൊട്ടപ്പുറത്തൊരു വളവുണ്ട്. ആ വളവിൽ ഞാൻ വരുമ്പോൾ എന്നെ കണ്ടുകൊണ്ടോ എൻ്റെ വാഹനം കണ്ടുകൊണ്ടോ 2 മയിലുകൾ അതുവരെ കൊത്തിപ്പറക്കി 2 മയിലുകൾ പെട്ടെന്ന് പറന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുവരെ റോഡിൽ നിന്ന് കൊത്തിപ്പറക്കി തിന്നുകൊണ്ടിരുന്ന 2 മയിലുകൾ പെട്ടെന്ന് പറന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാറ് പെട്ടെന്ന് ഈ ഡയറക്ഷൻ തന്നെയാണ് വലിച്ചത്. അപ്പം ഞാൻ ഈ ഭഗവാനെ, മുരുക ഭഗവാനെ, ആണ്ടവാ ശരവണ ഭവ, ഇതെന്താ ഇത്, എന്നെ വഴി കാണിച്ച് തരികയെന്നോ? ഞാൻ ഒന്ന് ചോദിട്ടെ, എനിക്ക് അറിയാമായിട്ട് ചോദിക്കണം. ഞാൻ ഇതുവരെ ആരോടും ചോദിച്ചില്ല. ഈ മയിലുകൾ ഇവിടെ ഉണ്ടായിരുന്നതാണോ അതോ ഈ സ്റ്റുഡിയോ വന്നതിന് ശേഷം വന്നതാണോ? ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ ഞാനൊരു അപരിചിതനായിരുന്നു. എൻ്റെ ആദ്യ കാഴ്ചയിൽ ഒരു കൗതുക വസ്തു, ഒരു വന്യജീവിയാണല്ലോ ഇത്. പക്ഷെ പിന്നീട് ഇതിൽ കുറേയൊക്കെ നമ്മൾ നിമിത്തങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. ഒരുപാട് നിമിത്തങ്ങൾ പോലെ നമ്മൾ ഇതിപ്പോൾ അറിയാലോ, ഇത് LMRKയുടെ മുരുക ഭക്തരുടെ കൂട്ടായ്മയുടെ ഒരു സ്ഥാപനമാണിത്. ഈ കെട്ടിടത്തിൻ്റെ ഒരു 100 മീറ്റർ ചുറ്റളവിൽ മയിലുകൾ സദാസമയമുണ്ട്. മയിലുകളുടെ ആ കൂകിവിളി ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലേ? ഉണ്ട്. അത് കേൾക്കാത്ത ഒരു നിമിഷം പോലും ഇവിടെ ഇല്ല. അതിപ്പോൾ നമ്മളിപ്പോൾ പുറം ലോകത്തുള്ളവർക്ക് അത് എത്രത്തോളം വിശ്വാസം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയുകയാണ്, അത് വാസ്തവമാണ്. അങ്ങനെ എനിക്കും ഇതിലൊക്കെ ഈ നിമിത്തങ്ങളിലൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ല, അതുകൊണ്ട് അതിൽ നിന്ന് ഊഹിക്കാവുന്ന മുരുകഭഗവാന്റെ ഒരു ശക്തി കേന്ദ്രമാണ്, ഒരു വിഹാര കേന്ദ്രമാണ്. കാര്യം വാഹനം ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇതിവിടെ കാണുമല്ലോ, സാന്നിധ്യം കാണുമല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഇത് ചില നിമിത്തങ്ങളിൽ എനിക്കിപ്പോൾ നല്ല വിശ്വാസമുണ്ട്. ഞാൻ കുറേയൊക്കെ ഇപ്പോൾ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആദ്യം സംശയമാണ് മനസ്സിലുണ്ടാവുക. ആ സംശയത്തിനപ്പുറം ചില നിമിത്തങ്ങളിൽ ചില കാര്യങ്ങളുണ്ട്, പ്രകൃതിയായിട്ട് കാണിക്കുന്ന ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഞാനും ഇപ്പോൾ ഒരു വിശ്വാസിയാണ്. എനിക്കിതിൽ ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം സാന്നിധ്യമുണ്ട്. പിന്നെ മറ്റൊന്നുകൂടി പറയാം, കുറച്ചുകൂടി ഗൗരവ സ്വഭാവമുള്ള, നമ്മുടെ ഓഫീസിലേക്ക് കടന്നു വരുന്ന വഴിക്ക് ഒരു പൂർണ്ണകായ ചിത്രം കണ്ടല്ലോ മുരുക ഭഗവാന്റെ. ചില സമയത്ത് ആരോ ഒരാളുടെ ഒരു അദൃശ്യ സാന്നിധ്യം നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതും വലിയ അത്ഭുതമായിട്ട് കാര്യം. അത് എനിക്ക് ശരിക്കും ഈ തിരക്ക് പിടിച്ച ഈ നഗരജീവിതത്തിൻ്റെ ഇടയിൽ ഈ ഒരു തുരുത്തു പോലെ എനിക്ക് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തോന്നുന്നു. കാര്യം മയിലുകൾ ഇവിടെ കൂടുതൽ മയിലുകൾ ഇവിടെ ഉണ്ടാകും. അതോ രണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ചുറ്റിനും മയിലുകളുണ്ട്. അത് 1, 2 അല്ല, എത്രയാണെന്ന് എണ്ണാൻ പറ്റാത്ത അവസ്ഥയിലുണ്ട്. അത് ഈ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ മയിലുകളുടെ ഈ ശബ്ദം നമ്മൾ ഏതെങ്കിലും ഒരു ദിക്കിലോട്ട് നോക്കും, ആ ഒരു അവസ്ഥയിലുണ്ട്. അത് വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയം വരെ, നേരെ ഉദിക്കുന്ന സമയം മുതൽ വൈകുന്നേരം സൂര്യാസ്തമയം വരെ അവയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഒരു പുണ്യസ്ഥലത്ത് എത്തിയതുപോലെ എനിക്ക് തോന്നി ഈ സ്റ്റുഡിയോയിൽ വന്നപ്പോഴേ. ഞാനത് മനസ്സിൽ നിന്ന് എനിക്ക് ഓർമ്മപ്പെടുന്ന ഒരു സംഭവമാണ്. കാര്യം ഇത്ര അടുത്തുകൂടെ മയിലിനെ ഞാൻ കണ്ടിട്ടില്ല. വളവിന് ആ വഴി കാണിച്ചു തരുന്നതിന് കൂട്ടെ മയിലിൽ നേരെ ഇങ്ങോട്ട് ഈ ദിശയിലേക്ക്. അല്ല, നമ്മുടെ ക്യാപ്റ്റൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ സ്ഥാപനം തുടങ്ങുന്നതിനൊരു കെട്ടിടം ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി. അപ്പോൾ അതൊന്നും നമ്മുടെ സ്ഥലപരിമിതിയുടെ പ്രശ്നങ്ങൾ, പല കാരണങ്ങൾ കൊണ്ടൊന്നും സെറ്റായില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരു വഴികാട്ടിയെപ്പോലെ ഒരു മയിൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് നയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതും ഇതും കൂടിയൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്തോ എവിടെയോ അല്ല, അവിടെ തന്നെ ഉണ്ട്. അതെ, നമ്മുടെ വിഷയത്തിൽ നിന്ന് തന്നെ മാറിപ്പോയി. ഇപ്പോൾ ധൈര്യോതെറാപ്പിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് അറിയാനൊരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ ഒരു അസുഖം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുടെ അറിവിലേക്കും കൂടി പറയുകയാണ്, താങ്കളുടെ ഒരു ദിനചര്യ എങ്ങനെയാണ്? ഈ ധൈര്യം മാത്രം പോരല്ലോ, ഇതിനെ പ്രതിരോധിക്കാനായിട്ട് സ്വയം തയ്യാറാകുക കൂടി വേണമല്ലോ. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ ദിനചര്യ ആർക്കും മാതൃകയാക്കേണ്ട ഒരു ദിനചര്യമൊന്നും അല്ലേണ്ടത്. ഞാൻ എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേക്കും.
അത് നല്ല കാര്യമാണ്. 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈയിടെയായിട്ട് യൂട്യൂബിൽ കുറച്ച് ആധ്യാത്മിക പ്രഭാഷണങ്ങളും പിന്നെ പുരാണങ്ങളും ഇതിഹാസങ്ങളും മഹാഭാരതം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സത്സംഗങ്ങൾ എല്ലാ ദിവസവും 1 മണിക്കൂറോളം കേൾക്കും. 1.5 മണിക്കൂർ കേൾക്കും. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് LM-മാർക്ക് രജിജിയുടെ സന്ദേശങ്ങൾ, രജിജിയുടെ ഇൻ്റർവ്യൂകളൊക്കെ കേൾക്കും. അത് നമ്മുടെ ഒരു ദിനേരിയുടെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. അതിൽ നിന്ന് അറിയാതെ തന്നെ നമ്മൾ ഈ LM-മാർക്കായിട്ടും മുരുക ഭക്തനായിട്ടും നിമിഷം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതിൻ്റെ സുഖമൊന്ന് വേറെ കേട്ടോ. രണ്ടാമത് ഞാൻ ഒരു 6 മണിയാകുമ്പോൾ നടക്കാനിറങ്ങും. നമ്മുടെ തിരുവനന്തപുരത്ത് വനക്കുന്ന പോലെ ലക്ഷ്മി പാർക്കിൽ അവിടെ പോയി കുറച്ച് യോഗ ചെയ്യും, കുറച്ച് എക്സസൈസ് ചെയ്യും, ഒരല്പം ഇതൊക്കെ ചെയ്യും. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ ശേഷം വീട്ടിൽ സാധാരണ പെൻഷനർ ചെയ്യുന്നതിന് തൊട്ട് വീട്ടിലേക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്നെ സഹായിക്കുന്ന ഒരു സ്ത്രീയാണ് വീട്ടിലുള്ളത്. സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരും, വീട്ടിൽ വരും. രാവിലെ വലിയ ഭക്ഷണമൊന്നുമില്ല, എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കും. ഉച്ചയ്ക്കും ഭക്ഷണമെന്ന് പറയാൻ വലുതായിട്ടില്ല. ഒരു പിടി ചോറോ അല്ലെങ്കിൽ ഇച്ചിരി അവിയലോ തോരനോ ചക്കയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇതൊക്കെ തന്നെയാണ് കഴിക്കും. ഇടത്തീറ്റയൊന്നും വലുതായിട്ടില്ല. വൈകിട്ട് രാത്രിയിൽ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കും. എന്നിട്ട് പോലും ഞാനിങ്ങനെ ഇരിക്കുന്നു. എൻ്റെ തടി കൂടി വരുന്നു, വെയിറ്റ് കൂടി വരുന്നു, എൻ്റെ വയറ് വലുതായിട്ട് വരുന്നു. ഇതെന്ത് അത്ഭുതമാണ്. അപ്പോൾ ആഹാരമല്ല, ഭക്ഷണമല്ല ഈ തടിക്കും വെയിറ്റ് കൂടുന്നതിനും കാരണം എന്നുള്ള ഒരു സത്യം ഞാൻ മനസ്സിലാക്കി. മനസ്സിൻ്റെ നിറവ്. പിന്നെ എന്തുകൊണ്ടാണ് മനസ്സ് നിറഞ്ഞ ഇത് വല്ലാതെ നിറവാണ്. ഇരിക്കാനും എഴുന്നേക്കാനും വയ്യാത്ത ഒരു നിറവ്, എന്തോ നിറവാണ്. പക്ഷെ അതാണ് എൻ്റെ ഒരു ദിനചര്യ. ഈ ദിനചര്യ ഒന്ന് മാറ്റി ഞാൻ കുറേ മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ആയുർവേദത്തിൽ തന്നെ ഞാനിപ്പോൾ നമ്മുടെ കോട്ടക്കൽ ആയുർവേദ്യശാല 21 ദിവസം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് വന്ന് മറുപത്യം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ധാരാളം ഡ്രഗ്സ് കഴിക്കുന്നുണ്ട്. 10-18 ആയുർവേദ മരുന്നുകൾ, നെയ്യ് കഴിക്കുന്നുണ്ട്, ലേഹ്യം കഴിക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ അലോപ്പതി മരുന്നുകൾ കഴിക്കുന്നു. ഇതെല്ലാം കൂടി പിന്നെ അതുകൊണ്ട് യൂറിൻ തെറാപ്പി ഒരാളാണ് ഞാൻ. യൂറിൻ തെറാപ്പിയുടെ ഒരു പ്രചാരകനാണ്, ഒരു അംബാസഡറായിട്ടൊക്കെ എന്നെ വെച്ചിരിക്കുകയാണ്. യൂറിൻ തെറാപ്പി കൊണ്ട് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അത് അനുഭവത്തിൽ പറയും. ഇപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് ഇപ്പം പോകുന്ന കാര്യം അത് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. ഒരുപാട് തെറി ഞാൻ കേട്ടിട്ടുള്ളൂ. മൂത്രം കുടിയാവുന്നും ചാണകത്തീറ്റൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, അതൊക്കെ എനിക്ക് രസമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതാണ്, അല്ല ഒരു മാതൃകയാക്കേണ്ട ദിനചര്യമൊന്നുമില്ല. എങ്കിലും കുറച്ച് എക്സസൈസ് ചെയ്യുക, കുറച്ച് യോഗ ചെയ്യുക, പ്രാണായാമം ചെയ്യുക, ശ്വസനക്രിയ, ശ്വാസോച്ഛ്വാസം ചെയ്യുക, ദീർഘശ്വാസം വലിക്കുക, ഇങ്ങനെ കുറച്ച് ആരോഗ്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇനി കുറച്ച് പേര് എന്നെപ്പോലെ 10-15 വർഷം കൊണ്ടൊക്കെ ഇനി ഈ പ്രായമായ ആളുകൾക്ക് ഇരിക്കാം. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു രീതി. മനസ്സിൻ്റെ സന്തോഷം ഒരു പ്രധാനമാണല്ലോ. ഇപ്പോൾ സന്തോഷം, ഇപ്പോൾ സിനിമ ഒരു പ്രധാന മേഖലയാണ്. അപ്പോൾ ഈ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഈ സമയം കണ്ടെത്തുന്നതിന് ഏത് മേഖലയിലോട്ടൊക്കെ തിരിയുമ്പോഴാണ്? മനസ്സിൻ്റെ സന്തോഷത്തിൻ്റെ പ്രധാന കാര്യം, എന്നെ ഇഷ്ടപ്പെടാത്ത കുറേ പേരുണ്ട്, എന്നെ വെറുക്കുന്ന കുറച്ച് പേരുണ്ട്. അത് ഏതാ? എൻ്റെ ദുഷ്പ്രവൃത്തി കൊണ്ടല്ല, എൻ്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് തരാത്ത കേസ് നടക്കുന്ന കുറച്ച് അവരുടെയൊക്കെ ആഗ്രഹം ഞാൻ തട്ടിപ്പോണമെന്നല്ലോ. അപ്പോൾ എനിക്കത് എഴുതിയതല്ലേ എൻ്റെ കൂടെ ഞാനും കൂട്ടേക്കും. അപ്പോൾ ആ ഒരു ചിന്തയില്ല. ബന്ധുക്കൾ മിക്കവാറും എല്ലാവരും ഒക്കെ എന്നിൽ നിന്ന്, അപൂർവം ചില ആളുകൾ എന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായമുള്ളവർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അകന്ന രീതിയിലാണ് കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. ഭാര്യയെക്കുറിച്ചോ മകളെക്കുറിച്ചോ ഒന്നും വലിയ ചിന്തകളൊന്നും എനിക്കില്ല. മനസ്സിന് സന്തോഷവും സംതൃപ്തിയാണല്ലോ എല്ലാവരുടെയും ഒരു ലക്ഷ്യം, ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ നിന്ന് ഇത് കിട്ടും? കാശ് കൊടുത്താൽ കിട്ടുമോ? ഒരു സ്വത്തുണ്ടെങ്കിൽ കിട്ടുമോ? കാശുണ്ടെങ്കിലും കിട്ടും, സ്വത്തുണ്ടെങ്കിലും കിട്ടും, ഒരു സുഹൃത്തുക്കളുണ്ടെങ്കിലും കിട്ടും, എല്ലാത്തിൽ നിന്നും സുഖം കിട്ടും. പക്ഷെ യഥാർത്ഥ സുഖം എന്ന് പറയുന്ന സുഖമുണ്ട്. ഇപ്പോൾ കുടുംബാംഗങ്ങളെല്ലാം ഒത്തൊരുമിച്ച് കൂടുന്നതിൻ്റെ സുഖമുണ്ട്. മക്കളും ഭാര്യയുമായിട്ട് സന്തോഷിച്ച് കഴിയുന്ന ഒരു സുഖമുണ്ട്. അതിൻ്റെ അപ്പുറത്തെല്ലാം ഒരു സുഖമുണ്ട്. അതാണ് ആത്മീയ സുഖം എന്ന് പറയുന്നത്. ആത്മാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിന് വേണ്ട ഒരു ഭക്ഷണം കൊടുക്കുന്നു, ആത്മാവിന് വേണ്ടത് കൊടുക്കുന്ന, അതനുഭവിക്കുന്ന ഒരു സുഖം. ആ ഒരു സുഖം അനുഭവിക്കണമെങ്കിൽ ഒരു ബദ്ധപ്പാടുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുന്ന ഒരു അവസ്ഥ വരും എല്ലാ മനുഷ്യർക്കും ഉള്ളത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ആ ഒരു പന്ഥാവിലാണ് സഞ്ചരിക്കുന്നത്. കെട്ടുപാടുകളൊക്കെ നിർത്തി കുടുംബ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളിൽ നിന്നും മോചിതനായി ഒരൊറ്റപ്പെട്ട ജീവിതം, ഒരു സന്യാസ ജീവിതം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു അവസ്ഥയിൽ കൂടെ കൊണ്ടുപോകുന്നതാണ്. പക്ഷെ ഇത് മറ്റുള്ളവർക്ക് തിരിച്ചറിയത്തില്ല. അപ്പോൾ അത്തരം ആളുകൾക്ക് എങ്ങനെ കൊടുത്താൽ സന്തോഷം കിട്ടും എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ചിന്താ വിഷയമാക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ഒരു സജഷൻസ്
ഈ ആത്മീയത അങ്ങനെ എല്ലാവർക്കും വരുന്നതല്ല. ആത്മീയത ഉള്ളിലുണ്ടായിരിക്കണം, പക്ഷെ അതിനെ ഒലിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ കുട്ടിത്തലങ്ങൾ മുതൽ കുട്ടി പ്രായമുള്ള പിന്നെ രൂപത്തിലിരിക്കുന്ന പ്രായം മുതൽ നമ്മുടെ പുരാണങ്ങളും ആധ്യാത്മിക കഥകളും അത്തരം കഥകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ഈ ഉപനിഷത്തുകളും വേദങ്ങളൊന്നും എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല, പറയാൻ അറിയേണ്ടതാണ്. പക്ഷേ അതിൻ്റെ അർത്ഥങ്ങളും പൊരുളുകളും ഉദാഹരണങ്ങൾ കൂടെ പറഞ്ഞു കൊടുക്കുകയാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും. ആ ഇതിഹാസ കഥകളും പുരാണ കഥകളും നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന പണ്ടൊരു രീതി ഉണ്ടായിരുന്നു, മുത്തശ്ശി കഥകളെന്ന് പറയും. ഇന്ന് മുത്തശ്ശി കഥകളില്ല, മുത്തശ്ശന്മാരും കഥകൾ പറയാറില്ല. കാര്യം ഇപ്പം ഇന്ന് കുടുംബം ചുരുക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അത് നമുക്ക് തിരിച്ചിലേക്ക് കൊണ്ടുവന്നാൽ കുറേയൊക്കെ മാറ്റം സംഭവിച്ചെടുക്കാൻ പോകും. കുട്ടികളിൽ ഭക്തി ഉണ്ടാകും. ഭക്തി ഉണ്ടാകുമ്പോൾ ഈശ്വരനിലേക്കുള്ള വിശ്വാസം ഉണ്ടാകും. അതൊരു വലിയൊരു എന്തിനേയും നേരിടാനുള്ള ശക്തി ഉണ്ടാകും. അവിടെയാണ് എൻ്റെ ഒരു താൽക്കാലിക വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഒരു സുഖകരമായ ഒരു പരിസമാപ്തിയിലേക്കുള്ള പ്രയാണത്തിൻ്റെ വിജയമാണ്. എനിക്കതാണ് ഇതിനെക്കുറിച്ച് സന്തോഷം അവിടെ കിട്ടും. സന്തോഷം കിട്ടുമ്പം 1000-500 നോട്ടുകൾ കെട്ടുകൊണ്ട് ഒരു കിടക്ക ഉണ്ടായി കിടന്ന സുഖമൊന്നും കിട്ടത്തില്ല. കുറേ സുന്ദരികളായ സ്ത്രീകൾ ചുറ്റും കിടന്നുകൊണ്ടെന്ന് വിചാരിച്ച സുഖം കിട്ടത്തില്ല. മദ്യം കൊണ്ട് എല്ലാ ദിവസവും കുളിക്കാന്ന് വെച്ചാൽ സുഖം കിട്ടത്തില്ല. പക്ഷെ അതിനേക്കാൾ ഉപരി ഈശ്വരിലേക്ക് അടുക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അത് ആ അനുഭവതലത്തിൽ വന്നെങ്കിലേ മനസ്സിലാകത്തുണ്ട്. അതിലേക്ക് വരണമെങ്കിൽ കുട്ടികളെ ചെറുപ്രായം പോലെ ഈ അവതാര കഥകളും കൃഷ്ണനെക്കുറിച്ചും രാമനെക്കുറിച്ചും അവരെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഥാലൂടെ മനസ്സിലാക്കിയപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു സുഖത്തിൻ്റെ ബന്ധാവിലേക്ക് നീങ്ങാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അവസാനമായിട്ട് ഒരു വ്യക്തിപരമായ ഒരു ചോദ്യം കൂടി. ഇപ്പോൾ കൊല്ലം തുളസി എന്ന വ്യക്തിപരമായിട്ട് താങ്കളിപ്പോൾ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊല്ലം തുളസി എന്ന നടൻ തൻ്റെ കലാജീവിതത്തിൽ തൃപ്തനാണ്? തീർച്ചയായിട്ടും അല്ല എന്ന് ഞാൻ പറയും. കാര്യം എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന, ഞാൻ സ്വപ്നം കണ്ടിരുന്ന വേഷങ്ങളൊന്നും എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല, ഭാഗ്യം കിട്ടിയിട്ടില്ല. നിഷേധിക്കപ്പെട്ടതാണോ തേടി വരാഞ്ഞതാണോ? നിഷേധിക്കപ്പെട്ടതുമല്ല, തേടി വരാത്തതുമല്ല. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. സർക്കാർ ഉദ്യോഗം കളഞ്ഞിട്ടുള്ള ഒരു സിനിമാഭിനയത്തിന് ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ സജീവമായാലും കൂടുതൽ നീളമുള്ള രംഗങ്ങളിലൊന്നും അഭിനയിക്കാൻ എനിക്ക് മനഃപൂർവ്വം ഞാൻ പോകാറുണ്ട്. പക്ഷെ ഇപ്പോഴെനിക്ക് സമയമുണ്ട്. പക്ഷെ ഇപ്പോഴെന്നെ ആരും വിളിച്ചു വരുത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല കഥാപാത്രങ്ങളെ, ഇപ്പോൾ എൻ്റെ എല്ലാവരുടെയും മനസ്സിൽ എന്നെക്കുറിച്ച് ഭയപ്പെടുത്തുന്ന പലരും എന്നോട് നാൾ പറഞ്ഞു, ഞങ്ങൾ മോള് ബഹളം വെച്ച കൊല്ലം തുളസി ഞാനിപ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ട് ഒരു വീട്ടിൽ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പാലുകാച്ചിൽ ഞാൻ ചെന്നപ്പോൾ അങ്ങനെ ഇളയ മോള് പറയുക, ഞാൻ തന്നെ പറയാം, ഇയാളെ മുഖം എനിക്ക് ഇയാളെ എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് എൻ്റെ മുമ്പ് വെച്ച് ആ കൊച്ചു പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നെഞ്ച് തകർന്നു പോയി. അപ്പം അങ്ങനൊരു മനസ്സിൽ നമ്മളെക്കുറിച്ചൊരു ഈ ഇമേജ് ഒന്ന് തിരുത്തിയിട്ട് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിനി കിട്ടുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എങ്കിലും ആഗ്രഹമാണ്, മനുഷ്യന്തോ ആഗ്രഹിക്കാമല്ലോ. അപ്പം അങ്ങനെയുള്ള കുറച്ച് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കണം. അങ്ങനൊരു സായുജ്യം നേടി നമ്മുടെ അവസാനത്തെ ആ ഒരു റീലിലേക്ക് പോകണമെന്നൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ആഗ്രഹം. ഭഗവാൻ സഹായിച്ചത് സാധിക്കട്ടെ. തീർച്ചയായിട്ടും മുരുക ഭഗവാൻ എന്നെ അനുഗ്രഹിക്കുന്ന സംശയമില്ല. എനിക്ക് നിങ്ങളോടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടും പറയാനുള്ളത്, നിങ്ങളെല്ലാവരും പുരഭക്തന്മാരാകുക. മുരുകനെ നിങ്ങളുടെ ആത്മീയ ദൈവമായിട്ട്, നിങ്ങളുടെ രക്ഷകനായിട്ട് മനസ്സിൽ കാണുക. എന്ന് വിചാരിച്ച് മറ്റുള്ളവരെ ഉപേക്ഷിക്കണമെന്നില്ല. മറ്റുള്ളവരോടുള്ള ഭക്തിയും ഇതൊന്നും കളയണ്ട. അതിരിക്കെ തന്നെ മുരുകഭക്തനെ കൂടെ അവരുടെ കൂട്ടത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക. തീർച്ചയായിട്ടും മുരുകയുഗമാണ് വരുന്നത്. മുരുകൻ്റെ അധിനിവേശ സ്ഥലമാണ് ഇനി നമ്മുടെ ഈ മഹാഭാരതം. ഈ മറ്റുള്ള ഭൂഖണ്ഡം വരുന്നത് മരികാണ്ഡമെന്ന ആ ഒരു നമ്മളെല്ലാം പണ്ട് നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചു വരുമെന്നാണ് നമ്മളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ലീഡർ, നമ്മുടെ ഗുരു, അല്ലെങ്കിൽ നമ്മുടെ വിശ്വസനീയായ രജിജി. അദ്ദേഹത്തിൻ്റെ ആ കാലത്തിന് വേണ്ടി വയസ്സുകാലത്തിന് മുമ്പ് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അത് നടക്കത്തില്ല എന്നെനിക്കറിയാം. കാര്യം അതിനൊക്കെ ഇനിയും കുറേ സമയമെടുക്കും, ഒരുപാട് വർഷങ്ങളെടുക്കും. അതുവരെ ഇരിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. മുരുകൻ്റെ സേവ, മുരുകൻ്റെ മന്ത്രം രജിതി എപ്പോഴും പറയാറുണ്ട്. ഒരു ദിവസം രാവിലെ ഒരു 8-9 തവണയെങ്കിലും ഓം ശരവണഭവായ നമഃ എന്ന് പറഞ്ഞ് നിങ്ങൾ ആവർത്തിച്ച് ചെല്ലുക. കണ്ണടച്ച് ധ്യാനിച്ച് ആ രൂപം
പളനിവേദൻ്റെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങളുണ്ടാകും എന്ന് ഈ മുത്തശ്ശനായ ഞാൻ, അമ്മാവനായ ഞാൻ, അച്ഛൻ്റെ പ്രായമുള്ള ഞാൻ, വല്യച്ഛനായ ഞാൻ, നിങ്ങളോട് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നന്മ വരട്ടെ. നമസ്കാരം. നന്ദി.